മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ കൊട്ടിയൂര് അമ്പലത്തിലേക്ക് കള്ളുകുടിച്ചുകൊണ്ട് അശ്ലീല പാട്ട് പാടിക്കൊണ്ട് കോമരങ്ങളെ പോലെ തുള്ളി ഭക്തന്മാര് കൊട്ടിയൂരിലേക്ക് പോകുന്നത് കണ്ട് വളരെ വേദനയോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ അവരോട് പറഞ്ഞു, നമ്മുടെ സംസ്കാരത്തില് ഈ അശ്ലീല പാട്ടുകളില്ല, ഈ മദ്യം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനാക്രമങ്ങളിലില്ല. അതെല്ലാം ഒഴിവാക്കി മദ്യത്തിന് പകരം ഇളനീരും അശ്ലീല പാട്ടിന് പകരം പ്രണവമന്ത്രവും ചൊല്ലി നിങ്ങൾ ഈ തീർത്ഥാടനം, കൊട്ടിയൂർ തീർത്ഥാടനം നടത്തണമെന്ന് അറിയിക്കുകയുണ്ടായി. ദുർദേവതാ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങളിലെ ദുർദേവതകളെ മാറ്റി ഗുരുദേവൻ തന്നെ വൈദിക ദേവത പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. അതെല്ലാം കേരളത്തിൻ്റെ സനാതനധർമ്മ മൂല്യങ്ങളെ അടിമുടി ശുദ്ധീകരിക്കുകയുണ്ടായി. വളരെ വളരെ സന്തോഷത്തോടുകൂടി ഇന്നലത്തെ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. ആരാധ്യനായ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞൊരു വരി വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തതും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതും ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയ സന്ദേശങ്ങളുമെല്ലാം ഇത്രയും കാലം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്, തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്, അതെല്ലാം കമ്മ്യൂണിസമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ഗുരുദേവനിൽ നിന്ന് അകറ്റിയത്. ഗുരുദേവൻ യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഹൈന്ദവ ചിന്താധാരകളുടെ ഉജ്ജ്വലമായ പ്രതീകമായ അവതാരമാണ്. ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളും എഴുതിയ എല്ലാ പ്രാർത്ഥനകളും ഗുരുദേവൻ ചെയ്ത് കാണിച്ചു തന്ന കർമ്മങ്ങളുമെല്ലാം ഈ നാടിൻ്റെ ചൈതന്യത്തിൻ്റെ ആധാരമാണ്. ആ ഗുരുദേവനെ ആരാധിക്കുന്നവർ ധാരാളമുള്ള കണ്ണൂർ ജില്ലയില് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായി മാറിയപ്പോൾ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും എല്ലാം അവിടെ നിലനിൽക്കുകയും ശ്രീനാരായണ ഗുരുദേവനെ പോലും കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിക്കുകയും എല്ലാം ചെയ്തപ്പോൾ കണ്ണൂർ ജില്ല ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളെ വികൃതമായിട്ട് വ്യാഖ്യാനിച്ച് ഗുരുദേവനെ പോലും ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ പടിയിറങ്ങിയവരും വീട്ടിനകത്തിരുന്നവരും പടി കയറിയവരും മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് മുദ്രാവാക്യം വിളിച്ചവരും ചുവന്ന കുപ്പായവും കാവി പാൻറ്റും ഷൂസും ഇട്ടുകൊണ്ട് മാർച്ച് ചെയ്തവരും എല്ലാവരും ധരിച്ചു ശ്രീനാരായണ ഗുരുദേവനും അവരെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. ഏതായാലും ആ ഗുരുദേവന്റെ ദുരാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും മാറ്റാനുള്ള ആഹ്വാനമൊന്നും കൈക്കൊണ്ടിട്ടില്ലാത്ത, അതൊന്നും കേൾക്കാത്ത, അതൊന്നും അനുസരിക്കാത്ത കേരളത്തിലെ ഒരു ജില്ലയാണ് കണ്ണൂര്. ഇന്നും നൂറുകണക്കിന് കുടുംബക്ഷേത്രങ്ങളിലും മറ്റ് ക്ഷേത്രങ്ങളിലും ആടിനെ അറക്കലും കോഴിയെ അറക്കലും നടക്കുന്ന കേരളത്തിലെ ഒരു ജില്ല, അതാണ് കണ്ണൂര്. ഇടതുപക്ഷത്തിൻ്റെ കുടികുത്തി വാണ കോട്ടകളായിട്ടും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും കുടികുത്തി വാണുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായ കണ്ണൂര്. ആ കണ്ണൂര് ഇന്നും തെയ്യത്തിന്റെ പേരില് ജീവനുള്ള പച്ച കോഴിയെ കടിച്ചു കീറുന്ന തെയ്യങ്ങളുണ്ട്. ജീവനുള്ള പച്ച കോഴിയെ കാലിൻ്റെ ചുവട്ടിലിട്ട് അരച്ചു കൊല്ലുന്ന തെയ്യങ്ങളുണ്ട്. അമ്പലങ്ങളിൽ
വെള്ളിയാഴ്ച രാത്രി ഇപ്പോഴും ആടിനെ അറക്കുന്നുണ്ട്. ബക്രീദിന് 17 കോടി ആടുകളെ അറക്കുന്നതിനെ ഒരു വശത്ത് നിന്ന് നോക്കാനും കൂടി നമ്മൾ പഠിക്കണം. മറിച്ച് ഇപ്പോഴത്തെ 1 or 2 ആണെങ്കിൽ പോലും ഹിന്ദു ധർമ്മത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഈ ദുരാചാരം നിലനിൽക്കുന്ന സ്ഥലത്ത് ഇന്നും ലോകമെമ്പാടുമുള്ള കണ്ണൂർ ജില്ലക്കാര് മുത്തപ്പന്റെ അമ്പലം ഉണ്ടാക്കുകയും കള്ള് നിവേദിക്കുകയും അതുപോലെ തന്നെ വറ്റല് ഉണങ്ങിയ മത്സ്യം നിവേദിക്കുകയുമെല്ലാം മുത്തപ്പന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വളരെ വ്യത്യസ്തമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നിരന്തരമുള്ള പ്രവർത്തനത്തിന്റെ ആ നന്മ അറിഞ്ഞുകൊണ്ട് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കുറെ പ്രവർത്തകര് അടുത്ത കാലത്ത് അവരുടെ വീടുകളില് മുത്തപ്പന്റെ പൂജ നടത്തുമ്പോൾ അവിടെ ഈ മദ്യത്തിന് പകരം ഇളനീര് വെക്കുകയും ഈ ഉണങ്ങിയ മത്സ്യം നിവേദിക്കുന്നതിന് പകരം നല്ല ശുദ്ധമായ പപ്പടം മാഷം, ശരിക്ക് മേഷാപൂപം എന്നെല്ലാം പറഞ്ഞ് ഭഗവതി പൂജയ്ക്ക് ഉഴുന്നുവട നിവേദിക്കാറുണ്ട്. അതേപോലെ ഉഴുന്നിന്റെ പൊടിയാണ് ഉഴുന്നുവടയിലുള്ളത്, ഉഴുന്നിന്റെ പൊടിയാണ് പപ്പടത്തിലുമുള്ളത്. ആ പപ്പടം ചുട്ട് ഈ മുത്തപ്പന് കൊടുത്ത് പല വീടുകളിലും ഒരു വിപ്ലവകരമായ മാറ്റം 100-120 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് കേൾക്കാത്ത ഒരു ചെറിയ വിഭാഗം, വലിയ വിഭാഗം അത് സ്വീകരിച്ചു. ചെറിയ വിഭാഗം ഇന്നും സ്വീകരിക്കാതെ ഇരിക്കുന്നവർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രവർത്തകനായ ശ്രീ രാജേഷ്, നല്ല ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ നല്ലൊരു നേതാവ്, ജില്ലാതല നേതാവ്, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ. 1 ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഇൻവോൾവ്ഡ് ആയ ആള്, 2 കോൺഗ്രസിന്റെ നേതാവ്, 3 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കണ്ണൂർ ജില്ലയിലെ ചീഫ് കോർഡിനേറ്ററായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആ രാജേഷിന്റെ മാതൃക ഒത്തിരി കുടുംബങ്ങള് സ്വീകരിച്ചു എന്ന് അദ്ദേഹം ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ വളരെ സംതൃപ്തി തോന്നി. അതായത് ഈ കോഴിയെ അറക്കുന്നതിന് പകരം, അല്ലെങ്കിൽ മത്സ്യം നിവേദിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ മദ്യം നിവേദിക്കുന്നതിന് പകരം, മദ്യം ഏത് തെങ്ങിൽ നിന്നാണോ വരുന്നത്, മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങളില്ലാത്ത ഇളനീര്, നല്ല പപ്പടം ചുട്ടത്, അതുപോലെ അശ്ലീല പാട്ടിന് പകരം പ്രണവമന്ത്രങ്ങളും വേദമന്ത്രങ്ങളും ചൊല്ലിക്കൊണ്ട് മുത്തപ്പനെ ആ പ്രദേശത്തുള്ളവർ സ്വീകരിച്ചപ്പോൾ ആ പ്രദേശത്തൊരു നവ്യാനുഭൂതി ഉണ്ടായി. എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. 10, 300, 400 പേരും 200-ലധികം കുടുംബാംഗങ്ങളും ഇതിനെ അനുകൂലിക്കുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് ഞാൻ എല്ലാ കണ്ണൂർ ജില്ലക്കാരോടും, അവര് കണ്ണൂർ ജില്ലയിലാണെങ്കിലും അല്ല കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് എവിടെയാണെങ്കിലും നമ്മൾ ഭാരതീയമായ ആചാരപ്രകാരം മദ്യവും മത്സ്യവും മാംസവും ഇതെല്ലാം അമ്പലത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ അമ്പലവും മദ്യശാലയും തമ്മിൽ എന്താ വ്യത്യാസം? ആ അമ്പലവും ഇറച്ചിക്കടയും തമ്മിൽ എന്താ വ്യത്യാസം? ആ അമ്പലവും മത്സ്യക്കച്ചവടം നടത്തുന്ന മാർക്കറ്റും തമ്മിൽ എന്താ വ്യത്യാസം? അമ്പലത്തിന്റെ പരിശുദ്ധി വേണ്ടേ? ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി. ആ ശുദ്ധിയിലൂടെയല്ലേ ഗുരുദേവൻ നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചത്? നിങ്ങൾ ഗുരുദേവന്റെ ആരാധകരോ അനുശാസകരോ അല്ലെങ്കിൽ ശിഷ്യ പരമ്പരയിൽപ്പെട്ടവരോ ആകട്ടെ അല്ലാതിരിക്കട്ടെ, നന്മകള് സ്വീകരിക്കുന്ന ഒരു തലമുറയായി മാറുമ്പോൾ അന്ധമായി മുത്തപ്പനെ ആരാധിച്ച് നമ്മുടെ വേദങ്ങളിലോ നമ്മുടെ പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ ആഗമങ്ങളിലോ ദർശനങ്ങളിലോ ഇതുപോലെ ഈശ്വരന് കള്ള് നിവേദിക്കണമെന്നോ അല്ലെങ്കിൽ മത്സ്യം നിവേദിക്കണമെന്നോ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല.
ഇടക്കാലത്തുണ്ടായ ആചാരങ്ങളാണ്, അഥവാ ദുരാചാരങ്ങളാണ്. ഇത് മാറ്റാൻ ശ്രീ രാജേഷിനെ പോലെയുള്ളവർ മുൻകൈയെടുത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലെ എല്ലാ പ്രവർത്തകരും അവിടെ ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് മറ്റന്നാൾ മുതൽക്ക് കണ്ണൂരില് പല പ്രദേശങ്ങളിലും ഡസൻ കണക്കിന് പ്രഭാഷണ പരമ്പരകളിലെല്ലാം തന്നെ ഈ കാര്യം അവിടെ നമ്മൾ വിവരിക്കുന്നുണ്ടാവും. മദ്യം ഒഴിവാക്കുക, പകരം ഇളനീര്, മത്സ്യം ഒഴിവാക്കുക, പകരം ചെറിയ പപ്പടം ചുട്ട്, ആചാരവിധി പ്രകാരം. അശ്ലീല പാട്ട് ഇപ്പോഴും ഇല്ലെന്ന് തോന്നുന്നു. ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് മുഴുവനും പ്രണവവും ഓങ്കാരവും പഞ്ചാക്ഷര മന്ത്രങ്ങളുമാക്കി മാറ്റിയിട്ട് നമ്മുടെ ധർമ്മത്തെ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കട്ടെ. പാലക്കാടും നിരന്തരം നടത്തിയ പ്രഭാഷണത്തിന്റെ ഫലമായിട്ട് കുറേയധികം അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും മാറ്റി പല സമുദായങ്ങൾ അവരുടെ ദുരാചാരത്തെ ശുദ്ധീകരിച്ച് സദാചാരങ്ങളാക്കി മാറ്റിയതായിട്ട് എന്നോട് അറിയിക്കേണ്ടായി. അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഏത് ദുരാചാരവും മനുഷ്യന് തിന്മ വരുത്തുന്നതാണ്, ഏത് സദാചാരവും മനുഷ്യന് നന്മ വരുത്തുന്നതാവട്ടെ. ആചാരങ്ങൾ മനുഷ്യനൊരു ഭാരമാവരുത്. ആചാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകണം. ആചാരങ്ങൾ തിന്മയിലൂടെ നന്മ നേർക്കാൻ നമ്മളെ അനുവദിക്കുന്നില്ല. കള്ളക്കടത്തും കള്ളപ്പണവും കള്ളത്തരവും അതെല്ലാമാണ് ദുഷ്കർമ്മമെങ്കിൽ അതിന് തുല്യമായിട്ട് എന്ത് ചെയ്യുന്നതും ദുരാചാരം തന്നെയാണ്. തിന്മയിലൂടെ നന്മയിലേക്ക് എത്താൻ സാധിക്കില്ല. തിന്മയിലൂടെ എന്നും തിന്മയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. തിന്മയിലൂടെ താൽക്കാലികമായിട്ട് ചിലപ്പോൾ നന്മ കിട്ടിയെന്നൊരു തോന്നലുണ്ടാവാം. പക്ഷേ തിന്മ എന്നും തിന്മയ്ക്ക് തന്നെ കാരണമാവുള്ളൂ എന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.